വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു ഉണ്ണിയപ്പം റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അതായത് ട്രഡീഷണൽ രീതിയിൽ പച്ചരി വെള്ളത്തിലിട്ടിട്ട് അതായത് കുതിർത്ത് വെച്ചിട്ടൊക്കെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാറ് അല്ലേ. പക്ഷേ ഞാൻ ഇവിടെ അരിപ്പൊടി എടുത്തിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അരിപ്പൊടി നമ്മൾ ഇടിയപ്പം പത്തിരി എല്ലാം ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. പുട്ടുപൊടി എടുക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ പച്ചരി ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് മാവ് സെറ്റാക്കി എടുക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെയുള്ള ഇൻഗ്രീഡിയൻറ്റ് മൈദയാണ്. മൈദ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് എള്ള്, കറുത്ത എള്ള്, പിന്നെ ഒരു ഏലക്ക, പിന്നെ ശർക്കര പാനിയാണ്. അത് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ളത് അനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ഉരുക്കി വയ്ക്കാം. പിന്നെ ചെറുതാക്കി കൊത്തിയരിഞ്ഞിട്ടുള്ള നാളികേരക്കൊത്ത്, പിന്നെ പഴം. ഞാനിവിടെ മൈസൂർ പഴമാണ് എടുത്തിരിക്കുന്നത്. അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ പഴം, പിന്നെ അതുപോലെ അരിപ്പൊടി, മൈദ ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കൂടെ പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഇഡ്ഡലി മാവിൻ്റെ അത്ര തിക്നെസ്സും പാടില്ല, അതുപോലെ ദോശമാവിൻ്റെ അത്ര ലൂസും പാടില്ല. ആ ഒരു സ്റ്റേജ് വേണം. നമുക്ക് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം, നമ്മളെ മാവ്. എന്നിട്ട് ഒരു 6 to 8 മണിക്കൂർ വരെ ഇത് പുളിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാകം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മാവിൻ്റെ. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. പക്ഷെ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ UAE കുറച്ച് തണുപ്പായതുകൊണ്ട് ഞാൻ ഇത് പുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് കുക്കറില്ലേ അതിൻ്റെ ഉള്ളിലാണ് വെച്ചത്. അത് നല്ലൊരു ടിപ്പാണ്. അതായത് നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ വയ്ക്കാം. നാട്ടിൽ ഈ സമയത്ത് മോർണിംഗ് ടൈമൊക്കെ ചൂടാവുമല്ലോ, അപ്പോൾ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പുറത്ത് വെച്ചാൽ അത് ഫെർമെൻ്റായി കിട്ടിക്കോളും. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ വൈകിട്ട് എടുക്കുമ്പോൾ, അതായത് അത് പ്രിപ്പയർ ചെയ്യാൻ എടുക്കുമ്പോൾ അതിലേക്ക് നാളികേരക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം, നാളികേരക്കൊത്ത് കരിയാൻ പാടില്ല. ഇപ്പം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നാളികേരക്കൊത്ത്. ഇനി നമുക്ക് അത് നേരെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ നമ്മളെ എള്ളുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം, അതായത് ഉണ്ടാക്കാനുള്ള പാത്രം ചൂടാൻ വേണ്ടി സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ നെയ്യിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നെയ്യിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ രുചി കൂടെ ഉള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈഡിൽ ആദ്യം ഒഴിച്ചിട്ട് വേണം നടുവിലുള്ള ആ ഒരു കുഴിയിൽ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ അത് ശ്രദ്ധയോടെ തിരിച്ചിടണം. ഒരു സൈഡൊന്നും കരിയാൻ പാടില്ല. അതിൻ്റെ ഉള്ളും വേവും ചെയ്യണം. ഞാനിവിടെ ഒരു ഷാർപ്പായിട്ടുള്ള നൈഫ് യൂസ് ചെയ്തിട്ടാണ് തിരിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. എനിക്ക് 2 ബാച്ച് ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ബാക്കി മാവുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. ചൂടാറിയതിന് ശേഷം ഞാൻ ഉണ്ണിയപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ച് നോക്കി. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. പുറത്ത് കുറച്ച് ക്രിസ്പായിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് കാണണം.
വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.